നമ്മൾ ദൈവത്തിൻ്റെ വചനം ചിന്തിക്കാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ ഏകാഗ്രമായ ഹൃദയത്തോടെ ഇരിക്കാം. 12:30 നമ്മൾ ആരാധന നിർത്തും. 11:40 സമയം. 3/4 മണിക്കൂറുണ്ട്. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. അത് ആത്മാവിൻ്റെ ഭക്ഷണമാണ്. അത് അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തുന്നതാണ്. അത് നമ്മുടെ പാപത്തിൻ്റെ ബന്ധനങ്ങളെ തകർത്ത് കളയുന്നതാണ്. അത് പാപബോധം വരുത്തുന്നതാണ്. അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതാണ്. അത് നിത്യത നൽകുന്നതാണ്. അത് ഹൃദയത്തിൽ പ്രത്യാശ വളർത്തുന്നതാണ്. അത് മറന്നുപോകരുത്. അത് 30, 60, 100 മേനിയായിട്ട് ഫലം കായ്ക്കേണ്ടതാണ്. അതുകൊണ്ട് നമുക്കൊരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. തുടർന്നുള്ള വചന ശുശ്രൂഷയിട്ട് അനുഗ്രഹപ്രദമായി നമുക്ക് മാറാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിപ്പാൻ, ചില ശക്തികളെ ആത്മാവിൽ നമുക്ക് വെട്ടാൻ, ദൈവകൃപ നമ്മുടെ മേൽ കർത്താവ് പകരാൻ, ആത്മാവിൻ്റെ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ, അകത്തെ ഇന്ദ്രിയങ്ങൾ തുറന്ന് കർത്താവിനെ കാണാൻ, കേൾക്കാൻ, അനുഭവിപ്പാൻ, തിരിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ കർത്താവ് കൃപ നൽകാൻ ഒന്ന് ദൈവത്തോട് പറഞ്ഞ കർത്താവെ, കേൾക്കുന്ന വചനങ്ങൾ തിരിച്ചറിയാൻ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിച്ചു തരണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ച ദൈവസന്നിധിയിൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജനത്തിനാണ്ട് സ്തോത്രം. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക്, ദൈവത്തിൻ്റെ പാദപീഠത്തിലേക്ക് വരുന്നു. അവിടുന്ന് നല്ല ഗുരുവാണ് കർത്താവെ. അങ്ങിൽ നിന്ന് അങ്ങയുടെ വിളികൾ കേൾപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ ദൈവം ഞങ്ങൾ കൃപ നൽകിയിരിക്കുന്നുവല്ലോ, വരം നൽകിയിരിക്കുന്നുവല്ലോ. ആ വരം ഞങ്ങളിൽ ആത്മാവിൽ ചൊലിപ്പിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കണമേ. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, അവിടുന്ന് ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഈ നല്ല വചനം കടന്നു ചെന്ന് കർത്താവരുടെ ജീവിതത്തിൽ ഉണരേണ്ടുന്ന ആത്മീകമായ അനുഭവങ്ങളെ വെട്ടേണ്ടതിനെ വെട്ടി, ഉണർത്തേണ്ടതിനെ ഉണർത്തി, ആത്മാവിൽ ജയാളികളായി ചെയ്യുവാൻ അവിടുന്ന് സഹായിക്കണമേ. നിൻ്റെ വചനം തികവുള്ളതാണ്. അത് ഉലയിൽ വെള്ളി ഊതി കഴിക്കും പോലെ അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. അപ്പം നന്ദി കർത്താവ്. അടിയൻ അങ്ങയുടെ ദാസൻ ഈ ജനത്തെ അവിടുന്ന് കർത്താവ് അതിനായി ഒരുക്കണം. അടിയനെ ഒരുക്കണമേ. അങ്ങയുടെ വലിയ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നീതിരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ആത്മീയ ഐക്യതയ്ക്ക് എതിരായി വ്യാപരിക്കുന്ന 3 ശക്തികളെക്കുറിച്ച് നമ്മളാണ് ചിന്തിച്ചത്. അതിൽ 2 സ്പിരിറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു. ഒന്ന് നമ്മൾ ചിന്തിച്ച സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് കോരഹാണ്. 2 ദ സ്പിരിറ്റ് ഓഫ് അബ്ശാലോം. ഈ 2 കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് 4 വീഡിയോയിലൂടെ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഓൺലൈനിൽ കേൾക്കേണ്ടവർക്ക് അത് കേൾക്കാം. ദയവായി ഓൺലൈനിൽ കാണുന്നവരും കേൾക്കുന്നവരും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. നമുക്ക് വ്യൂവേഴ്സിനെ കൂട്ടാനല്ല, മറിച്ച് അതൊരു അനുഗ്രഹമാവുമല്ലോ നമുക്കും എല്ലാവർക്കും. മാക്സിമം നിങ്ങൾ നിങ്ങളുടെ സ്തോത്രം ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ദൈവദാസന്മാർക്കോ ഒക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ ദാസന്മാർ കഷ്ടപ്പെട്ട് അത് കുത്തിയിരുന്ന് അതിലൊരു വീഡിയോ കട്ട് ചെയ്ത് ഇടുവാനായി ഇടവുന്നു. അതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. സ്തോത്രം. കണ്ടവർക്ക് എല്ലാവർക്കും സ്തോത്രം. ഇനിയും അനേകർ അത് കാണട്ടെ. ദ സ്പിരിറ്റ് ഓഫ് കോരഹ്, കോരഹിൻ്റെ ആത്മാവ്. 2 ദ സ്പിരിറ്റ് ഓഫ് അബ്ശാലോം, ആത്മീക ഐക്യത്തിന് എതിരായി നിൽക്കുന്ന ശത്രുക്കൾ. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു, പക്ഷേ അത് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കറണ്ട് പോയി. അതുകൊണ്ട് ഇന്ന് കറണ്ടൊന്നും പോകാതെ ദൈവം കാക്കട്ടെ. സ്തോത്രം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സ്പിരിറ്റ് ഓഫ് ജസബേലിനെ കുറിച്ചാണ്. ജസബേലിൻ്റെ ആത്മാവ്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു. എന്നാൽ ഓൺലൈനിൽ കേൾക്കാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഞാനൊന്ന് ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇസബേൽ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്. സാധാരണ ഒരു ഭൂതമല്ല, ദുരാത്മാവല്ല, ഒരു പ്രിൻസിപ്പാലിറ്റിയാണ്, ഒരു ആധിപത്യമാണ്. സാധാരണയായി ഇസബേൽ എന്ന് പറയുന്ന പദം ബൈബിളിൽ നമ്മൾ കാണുന്നത് ആഹാബിൻ്റെ ഭാര്യയായ ഇസബേലിനെ കുറിച്ചാണ്. നമുക്കറിയാം, രാജാക്കന്മാരുടെ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആഹാബ് രാജാവിൻ്റെ ഭാര്യയായിരുന്നു ഇസബേൽ.
പക്ഷേ ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രമാത്രം പ്രാധാന്യം ബൈബിൾ കൊടുക്കാൻ എന്താണ് കാരണം? അതിനുള്ള കാരണം ജസബേൽ എന്ന് പറയുന്ന വ്യക്തിയിലൂടെ വ്യാപരിച്ച സ്പിരിറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് ആ ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്ര വലിയ പ്രാധാന്യം ബൈബിളിനകത്ത് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിൽ മാത്രമല്ല, വെളിപ്പാട് പുസ്തകത്തിനകത്തും സഭയോടുള്ള ദൂത് പറയുമ്പോൾ, തുതൈര സഭയോടുള്ള ദൂത് പറയുമ്പോഴും ഈ ജസബേൽ എന്ന് പറയുന്ന പ്രവാചിയെക്കുറിച്ച് അവിടെ നമുക്ക് കാണാൻ കഴിയും. ജസബേൽ എന്ന് പറയുന്ന പ്രവാചിയെക്കുറിച്ച് അവിടെ കാണാൻ കഴിയും. ദൈവസഭ അങ്ങനെയുള്ളവരെ അനുവദിച്ചു എന്ന് തുതൈരയിലെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത്. ആരാണ് ജിസബേൽ? ജിസബേൽ എന്ന് പറയുന്ന പ്രിൻസിപ്പാലിറ്റിയുടെ ഉത്ഭവം എവിടെ നിന്നാണ്? ഇസബേലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 29 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൾ സീദോനിയ രാജാവായ എദ്ബാലിൻ്റെ മകളായിരുന്നു. ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബുമായിട്ട് സീദോനിയ രാജാവ് ഒരു വ്യാപാര കരാർ ഉണ്ടാക്കി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എദ്ബാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ബാലുമായി, അല്ലെങ്കിൽ ബാലിനെ ഉയർത്തുന്നു, അല്ലെങ്കിൽ ബാലിൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ അശുദ്ധി എന്ന് പറയുന്ന വാക്കുകളാണ് എദ്ബാൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാലിനെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു രാജ്യത്തിലെ രാജാവ്, അവരുടെ മകൾ, അവളുടെ പേരാണ് ഇസബേൽ. ഈ ഇസബേൽ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇത്രമാത്രം പ്രാധാന്യം വരാൻ കാരണം അവൾ സേവിച്ചു കൊണ്ടിരുന്ന ദൈവങ്ങളുടെ സ്വഭാവം, അത് ആത്മാവിൽ മനസ്സിലാക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകും. അവളുടെ വ്യാപരിച്ച സ്പിരിറ്റ്. ഇസ്രായേൽ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വന്തം ജനമാണ്. അതിനെ നയിക്കാൻ ദൈവം രാജാക്കന്മാരെ കാലാകാലങ്ങളിൽ അഭിഷേകം ചെയ്ത് അപ്പോയിൻമെന്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഈ ആഹാബ് എന്ന് പറയുന്ന ഇസ്രായേലിലെ രാജാവ് പഴയ പിതാക്കന്മാരെ പോലെയല്ല. അവർ ദൈവത്തിനെ കോപിപ്പിക്കുവാൻ തക്കവണ്ണം പിന്നെയും എന്ത് ചെയ്തു? അശുദ്ധി ചെയ്തു, പാപം ചെയ്തു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം വായിക്കുന്നു. യഹൂദ രാജാവായ ആസയുടെ 38-ാം ആണ്ടിൽ ഒമ്രിയുടെ മകനായ ആഹാബ് ഇസ്രായേൽ രാജാവായി. ഒമ്രിയുടെ മകനായ ആഹാബ് ശമര്യയിൽ ഇസ്രായേലിനെ 22 സംവത്സരം വാണു. ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. അപ്പോൾ ആഹാബിന്റെ പിതാവിന്റെ പേരാണ് ഒമ്രി, അല്ലെ? ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. നേബാത്തിന്റെ മകനായ യൊരോബയാമിന്റെ പാപങ്ങളിൽ നടക്കുന്നത് പോരാ എന്ന് തോന്നുമാറ് അവൻ സീദോന്യ രാജാവായ എദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും. അപ്പോൾ ജീവനുള്ള സത്യദൈവത്തെ ആരാധിക്കേണ്ടുന്ന രാജ്യം ഇപ്പോൾ ചെന്നുപെട്ടിരിക്കുന്നത് എവിടെയാ? അന്യദൈവ ആരാധനയിലാണ്. ഇവിടെയാണ് വാസ്തവത്തിൽ ഇസബേലിനുള്ള പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ദൈവജനത്തിനിടയിൽ അന്യദൈവ ആരാധന വന്നത്? അത് നമ്മൾ ചിന്തിച്ച് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ അത് ചെറുതായി ഞാനത് സംസാരിക്കാനിട വന്നു. അപ്പോൾ ആഹാബിൻ്റെ പിതാവും ഇസ്രായേലിൻ്റെ 6-ാമത്തെ രാജാവുമായ ഒമ്രി രാജ്യങ്ങൾക്കിടയിൽ ഒരു സൗഹൃദ ബന്ധം സൃഷ്ടിക്കാൻ ശ്രമിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തൻ്റെ മകളെ ഇസ്രായേൽ രാജാവായ ആഹാബിന് വിവാഹ നിശ്ചയം ചെയ്യാൻ, കല്യാണം കഴിക്കാൻ ഒരു ഉടമ്പടി വെച്ചു. ഈ ഉടമ്പടി വെക്കുന്നതോടൊപ്പം തന്നെ വേറൊരു ഉടമ്പടിയും തനിക്ക് നേരിടേണ്ടി വന്നു. സീദോന്യ രാജാവ് ആ കാലഘട്ടത്തിൽ സേവിച്ചിരുന്ന ദേവന്മാരെയും ദേവിമാരെയും, അല്ലെങ്കിൽ അന്യദൈവ ആരാധനയെ തൻ്റെ രാജ്യത്തേക്ക് കൂറുമാറ്റി കൊണ്ടുവരുവാനുള്ള ഒരു കരാറും എന്ത് ചെയ്തു? ആഹാബ് ചെയ്തു. സ്തോത്രം. നമ്മൾ വചനം വായിക്കുമ്പോൾ നമുക്ക് വായിക്കാനായിട്ട് കഴിയും. സീദോന്യരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ സീദോന്യർ ബാലിനും അഷ്ടരേത്ത് എന്ന് പറയുന്ന 2 ദൈവങ്ങളെ ആരാധിച്ചവരാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറംജാതീയ ദൈവങ്ങളുടെ ആരാധനയുടെ കീഴിൽ ജീവിക്കുന്ന ജാതികളാണ് സീദോന്യർ എന്ന് പറയുന്നത്. ഇസബേലുമായിട്ടുള്ള ആഹാബിന്റെ വിവാഹം ദൈവജനത്തിനിടയിൽ
ബാലിനെ ആരാധിക്കുന്നതിലേക്ക് വഴിമാറി. അതെന്തുണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പിന്നത്തേതിൽ ഇസ്രായേലിന്റെ ഭരണം ബാലിനും അഷ്ടരോത്തിനും കീഴിലുള്ള പ്രവാചകന്മാരുടെയും ഇസബേലിന്റെയും കയ്യിലായി മാറി എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അതിന്റെ 16-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ഒമ്രിയുടെ മകനായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരേക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. നേബാത്തിന്റെ മകനായ യെരോബാമിന്റെ പാപങ്ങളിൽ നടക്കുന്ന പോരാ എന്ന് തോന്നുമാർ അവൻ സീദോന്യ രാജാവായ എദ്ബാലിന്റെ മകളായ ഇസബേലിനെ ഭാര്യയായി പരിഗ്രഹിക്കുകയും ബാലിനെ ചെന്ന് സേവിച്ച് നമസ്കരിക്കുകയും ചെയ്തു. 32-ാമത്തെ വാക്യം, താൻ ശമര്യയിൽ പണിത ബാലിന്റെ ക്ഷേത്രത്തിൽ അവൻ ബാലിന് ഒരു ബലിപീഠം ഉണ്ടാക്കി. മാത്രമല്ല, അടുത്ത വാക്യം, ഒരു അശേര പ്രതിഷ്ഠയും ബാലിനും അശേരിനുമുള്ള പ്രതിഷ്ഠ ദൈവജനമായ ഇസ്രായേൽ എന്ന് പറയുന്ന സ്വന്തം ജനത്തിന്റെ നടുവിൽ വരികയാണ്. മനസ്സിലായോ? ഇതുവരെ അവർ ആരെ ആരാധിച്ചിരുന്നേ? ജീവനുള്ള സത്യദൈവത്തെ. ഇപ്പോൾ ആരാധിക്കുന്ന ആരെയാ? അന്യദൈവങ്ങളെ, ബാലിന്, അശേരിക്ക് എന്ത് ചെയ്യുന്നു? വിഗ്രഹങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ കോപിപ്പിക്കത്തക്കവണ്ണം തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷം പ്രവർത്തിച്ചു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസബേല് പ്രതിഷ്ഠയ്ക്ക്, ഇസബേലി ആരാധനയ്ക്ക്, ജസബേല് വിഗ്രഹങ്ങൾക്ക് തന്റെ സ്വന്തം രാജ്യത്തെ അവകാശത്തെ രാജാവ് വിറ്റുകളഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവിന്റെ നിയന്ത്രണം, രാജ്യത്തിന്റെ നിയന്ത്രണം അന്യ ജാതികൾക്ക് രാജാവിലൂടെ ജസബേൽ ഏറ്റെടുത്തു എന്നാണ് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത്? ഈ രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 18-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ, ഇസ്രായേൽ രാജ്യം ഇസബേലിന്റെ ആത്മാവിന് കൈമാറി എന്ന് മാത്രമല്ല, ബാലിന്റെ 450 മുഴുവൻ സമയപ്രവാചകന്മാരെയും അക്ഷരാദേവിയുടെ 400 പ്രവാചകന്മാരെ ആര് നിയമിച്ചു? ഇസബേൽ എന്ന് പറയുന്ന സീദോന്യ രാജാവിന്റെ മകൾ. അവൾ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പ്രവാചകന്മാരെയെല്ലാം സ്വന്തം രാജ്യത്ത് നിന്ന് നീക്കി ബാലിന്റെ പ്രവാചകന്മാരെ, അശരാ പ്രവാചകന്മാരെ സ്വന്തം രാജ്യത്ത് എന്ത് ചെയ്തു? നിയമിച്ചു. സ്തോത്രം. നമ്മൾ വചനം പഠിക്കുമ്പോൾ അങ്ങനെ നമ്മൾ കാണുന്നു. ഇങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇസബേൽ എന്ന് പറയുന്നത് ഒരു പിശാച് മാത്രമല്ല, അതൊരു ലോക ഭരണാധികാരിയുമാണ്. അതൊരു പ്രിൻസിപ്പാലിറ്റിയാണ്. ഈ ശക്തി ഒരു വ്യക്തിയല്ല, മറിച്ച് സാത്താന്റെ നിയോഗവും സ്തോത്രം അഭിഷേകവുമുള്ള ഒരു പൈശാചികമായ ശക്തിയാണ്. വാഴ്ചകളും അധികാരങ്ങളും ഇസബേലിന്റെ പ്രവൃത്തി ചെയ്യുന്നതിനായിട്ട് ഒരു അവിശുദ്ധമായ സഖ്യത്തിൽ ഒരുമിച്ച് ചേരുന്നു. ഇസബേൽ എന്ന് പറയുന്ന ഒരു ആത്മാവല്ല, ഈ ആത്മാവിന് പലവിധ പ്രകടനങ്ങളും ഉണ്ട് എന്ന് ബൈബിൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിലൊന്നാമത്തെ തെളിവെന്ന് പറയുന്നത് ഇസബേലിലുള്ള ആത്മീകമായ വേശ്യാവൃത്തിയാണ്. ഞാനത് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ തൊടാൻ ഉദ്ദേശിക്കുന്നു. ഈ പ്രിൻസിപ്പാലിറ്റിയുടെ ഒന്നാമത്തെ ഗുണം ആത്മീകമായ വേശ്യാവൃത്തിയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ അവിടെ കാണുന്നു, ബാബിലോൺ വേശ്യകളുടെ മാതാവാണ്. അങ്ങനെയാണെങ്കിൽ ജസബേൽ ബാബിലോണിന്റെ മകളാണ്. ബാബിലോൺ സാത്താന്റെ മണവാട്ടിയാണ്. എന്നാൽ യേശുവിന് ഒരു മണവാട്ടി ഉള്ളതുപോലെ തന്നെ സാത്താനും എന്തുണ്ട്? ഒരു മണവാട്ടിയുണ്ട്. യേശുവിന്റെ മണവാട്ടി ശുദ്ധവും നിർമ്മലവുമായ തൻ്റെ സഭയാണ്. സാത്താനും ഒരു മണവാട്ടിയുണ്ട്. സാത്താന്റെ മണവാട്ടി അവിശ്വസ്തമായ മണവാട്ടിയാണ്. അത് ആളുകളെ ആത്മീകമായ വേശ്യാവൃത്തിയിലേക്ക് നയിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. യേശുവിന്റെ മണവാട്ടി ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നു. സാത്താന്റെ മണവാട്ടി സാത്താന്റെ രാജ്യം സ്ഥാപിക്കുന്നു. അതുകൊണ്ട് ഈ സാത്താന്റെ മണവാട്ടി സ്ഥാപിക്കുന്ന ലോകത്തിൽ നിൽക്കുന്ന
ദൈവത്തിന്റെ മണവാട്ടിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിക്കാമോ? വേറൊരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ. എന്റെ ജനം ആരാണ്? യേശുവിന്റെ മണവാട്ടി. യേശുവിന്റെ മണവാട്ടിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, എന്റെ ജനമായുള്ളവേ. അവളുടെ പാപങ്ങളിൽ. ആരുടെ പാപങ്ങളിൽ? ആരുടെ പാപങ്ങളിൽ? ബാബിലോണിയ പാപങ്ങളിൽ. സ്തോത്രം, ഹല്ലേലൂയ. നീ കൂട്ടാളിയാകരുത്. അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ. അവളുടെ ആത്മീകമായ വേശ്യയായിരിക്കുന്ന ബാബിലോണിനെ വിട്ടുപോരുവാൻ ദൈവത്തിന്റെ മണവാട്ടി സഭയോട്, ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. അവളെ വിട്ട് പോരുവിൻ. അവളുടെ പാപത്തിന് ഓഹരിക്കാരാകാതെ അവളെ വിട്ട് പോരുവിൻ. ദൈവസഭയെ, ദൈവത്തിന്റെ മണവാട്ടിയെ, യേശു കർത്താവിന്റെ നിർമ്മല കന്യകയെ ദൈവത്തിന്റെ ആത്മാവ് ആഹ്വാനം ചെയ്യുന്നു. ആത്മീകമായ വേശ്യാവൃത്തിയിൽ നിന്ന് സഭ വിട്ട് പോരുവിൻ. ഇസബേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവൾ ആ ബാബിലോണിൽ നിന്നുള്ള, അമ്മയായ ബാബിലോണിൽ നിന്നുള്ള ഒരു ആത്മീകമായ വേശ്യയാണ്. സ്തോത്രം. സത്യസഭയിലുള്ള ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സത്യസഭയിലുള്ള ദൈവമക്കൾ യേശുവിന്റെ കാന്തയായ മണവാട്ടിയായിരിക്കുന്ന ദൈവസഭയുടെ കാന്തനായ മണവാളൻ വിളിക്കുകയാണ്, സത്യസഭയെ എന്റെ വാക്ക് കേട്ട് അനുസരിപ്പിൻ. സത്യസഭയുള്ളവർ യേശുവിനെ അനുസരിക്കും. വ്യാജസഭയിലുള്ളവർ യേശുവിനെ അല്ല അനുസരിക്കുന്നത്. വ്യാജസഭയിലുള്ളവർ യേശുവിനെ അനുഗമിക്കുന്നതായി നടിക്കും, പക്ഷേ അവന്റെ വാക്കുകൾ കേൾക്കുകയില്ല. അവൻ ബോഷ്ക്ക് കേൾക്കുന്നു, അവർ ബോഷ്ക്ക് സംസാരിക്കുന്നു, അവർ ബോഷ്കിൽ പ്രിയപ്പെടുന്നു, അവർ സഹോദരന്മാരെ വെറുക്കുന്നു, സത്യം പ്രവർത്തിക്കാതിരിക്കുന്നു. എന്നാൽ സത്യസഭയെ എന്ത് വില കൊടുത്തും ഈ അന്ത്യനാളുകളിൽ മണവാളന്റെ ശബ്ദം കേൾക്കുവിൻ. ആത്മാവ് സഭകളോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സത്യസഭയ്ക്കും വ്യാജസഭയ്ക്കും ഇടയിൽ വലിയൊരു വേർതിരിവ് ഈ നാളുകളിൽ ദൈവസഭയ്ക്കകത്തും സമൂഹത്തിനകത്തും ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യസഭ ഏതെന്നും വ്യാജസഭ ഏതെന്നും ദൈവം വെളിപ്പെടുത്തുന്ന സമയങ്ങളാണ്. ദൈവം നല്ലതിനെയും പതിരിനെയും വേർതിരിക്കുന്ന സമയങ്ങളാണ്. പതിരും, ഹല്ലേലൂയ സ്തോത്രം, നല്ല വിത്തിനോടുകൂടെ വളരുന്നു. സ്തോത്രം. എന്നാൽ അതിനെ പറിക്കുവാൻ ദൈവം ഒരു സമയം വെച്ച് പോവുകയാണ്. അതുകൊണ്ട് കേട്ടുകൊള്ളുക, അനുസരിക്കുക, മണവാളന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുക എന്ന് ദൈവത്തിന്റെ ആത്മാവ് പിന്നെയും പറയുന്നു. എന്താണ് ഈ ആത്മീകമായ വേശ്യാവൃത്തി എന്ന് പറയുന്നത്? സ്തോത്രം. ആത്മീകമായ വേശ്യാവൃത്തി ബൈബിളിന്റെ ഭാഷ വെച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുകളിൽ എന്തിനേയും സ്ഥാപിക്കുന്നതാണ് ആത്മീകമായ വേശ്യാവൃത്തി. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മുകളിൽ എന്തിനേയും സ്ഥാപിക്കുന്നത്, ദൈവത്തിനേക്കാൾ അധികമായി എന്തിനേയും സ്ഥാപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ ആത്മീകമായ വേശ്യാവൃത്തിയിലാണ്. യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 3 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ചോദിക്കുന്നു പക്ഷെ ലഭിക്കുന്നില്ല. നിങ്ങൾ യാചിക്കുന്നു, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. വായിച്ചോ. വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്ന് ആരറിയുന്നില്ലയോ? മണവാട്ടിയായ സഭ അറിയുന്നില്ലയോ? ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവായി തീരുന്നു. ദൈവത്തിന് മുകളിൽ
നമ്മൾ എന്തെങ്കിലും വെച്ചാൽ അത് ലോകത്തിന്റെ സ്നേഹിതനാണ്. ദൈവത്തിന് മുകളിൽ നമ്മൾ എന്തെങ്കിലും വെച്ചാൽ, ഒന്നില്ലെങ്കിൽ നമ്മുടെ കരിയർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ സ്തോത്രം സുഹൃത്തുക്കളായിരിക്കാം, ഭാര്യയോ ഭർത്താവോ ആയിരിക്കാം. ദൈവത്തിന് മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മുടെ മക്കളായിരിക്കാം, പിതൃസമ്പത്തായിരിക്കാം, പണമായിരിക്കാം, സ്ഥാനമാനങ്ങളായിരിക്കാം. ഇതെല്ലാം ദൈവത്തിന് മുകളിൽ നമ്മൾ വെച്ചാൽ, ദൈവത്തിന്റെ വചനം പറയുന്നു, നമ്മൾ ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലല്ല, സാത്താന്റെ ഗവൺമെന്റിന്റെ കീഴിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒന്നും കൂടി ആ വാക്യം ഒന്ന് സ്ക്രീനിൽ എഴുതി കാണിച്ച്, വ്യഭിചാരിണികളായുള്ളോരേ, ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു. സ്വയം സേവിക്കുന്നവനും ദൈവത്തെ സേവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം, ലോകത്തെ സ്നേഹിക്കുന്നവനും ദൈവത്തെ സ്നേഹിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം. ബൈബിൾ പറയുന്നു, ലോക സ്നേഹം ദൈവത്തോടുള്ള ശത്രുത്വം ആകുന്നു. ആകയാൽ ലോകത്തിന്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിന്റെ ശത്രുവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ചുരുക്കി പറയാം, ദൈവത്തിന് മുകളിൽ സ്ഥാപിക്കുന്നതെല്ലാം ദൈവത്തിന്റെ കീഴിലല്ല, സാത്താന്റെ കീഴിലാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ദൈവത്തിന്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ ഗവൺമെന്റിന്റെ കീഴിലാണോ, സാത്താന്റെ ഗവൺമെന്റിന്റെ കീഴിലാണോ നമ്മൾ ജീവിക്കുന്നത്, സംസാരിക്കുന്നത്, ഇടപെടുന്നത്, പ്രവർത്തിക്കുന്നത് എന്ന് ദൈവാത്മാവിൽ തിരിച്ചറിയുക. ഏദൻ തോട്ടത്തിനകത്ത് ദൈവം സ്ഥാപിച്ച ഒരു ദൈവികമായ ഗവൺമെന്റ് ഉണ്ടായിരുന്നു. ഏദൻ തോട്ടത്തിൽ ദൈവം സ്ഥാപിച്ച ദൈവികമായ ഒരു ഗവൺമെന്റ് ആയിരുന്നു കുടുംബം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അവനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ഹല്ലേലൂയ. പുരുഷന് ആദാം എന്ന് പേരിട്ടു, സ്ത്രീക്ക് അവന്റെ വാരിയിൽ നിന്നെടുത്ത് ഹവ്വ എന്ന പേരിട്ടു. അവരെ ഏദൻ തോട്ടത്തിൽ ആക്കി. വചനം വായിക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, ഏദൻ തോട്ടം കാക്കുവാൻ ഏൽപ്പിച്ചത് ദൈവം ആദാമിനെയാണ്. എന്നാൽ അതേ സമയം തന്നെ ശത്രുവായിരിക്കുന്ന പിശാച് ദൈവം ഏദനിൽ സ്ഥാപിച്ചിരിക്കുന്ന ദൈവികമായ ഗവൺമെന്റിനെ തകർക്കാൻ പതുങ്ങിയും പാത്തും നിന്ന് പല വിധത്തിലുള്ള അവസരങ്ങളും മുതലെടുത്തു. ബൈബിൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, നമ്മൾ വചനം വായിക്കുമ്പോൾ, സ്തോത്രം, ആദാമല്ല ആദ്യം പാപത്തിൽ അകപ്പെട്ടത്, തനിക്ക് തുണയായി കൊടുത്തിരിക്കുന്ന സ്ത്രീ ആയിരിക്കുന്ന ഹവ്വയാണ് പ്രലോഭനത്തിൽ അകപ്പെട്ടത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുന്നു. ഏദനിൽ ദൈവം സ്ഥാപിച്ച സ്തോത്രം കുടുംബം, ക്രിസ്തുവിന്റെ മണവാട്ടിയായ സഭയെ പിന്നത്തേതിൽ പുതിയ നിയമ ഉടമ്പടിയിലേക്ക് ദൈവത്തിന്റെ വചനം വിരൽ ചൂണ്ടുകയാണ്. ഏദനിൽ സ്ഥാപിച്ച കുടുംബം അത് പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ മണവാട്ടിയായ സഭയാണ്. ഇന്നും മണവാട്ടിയായ സഭയ്ക്ക് നേരെ, കുടുംബത്തിന് നേരെ ശത്രു ആയുധങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയാകുന്ന കുടുംബമേ, മണവാട്ടിയെ നോക്കിക്കൊള്ളുക. ശത്രു പതുങ്ങിയും പാത്തും നിൽക്കുന്നുണ്ട്. ദൈവം സ്ഥാപിച്ച ഗവൺമെന്റിനെ തകർക്കുക എന്നുള്ളതാണ് ശത്രുവിന്റെ ലക്ഷ്യം. പ്രൈസ് ദി ലോർഡ്. സാത്താന്റെ തന്ത്രപരമായ നീക്കത്തിലൂടെ ഹവ്വായുടെ ഉള്ളിലേക്ക് ഒരു സംശയത്തിന്റെ വേര്, ഒരു സംശയത്തിന്റെ വചനം കയറ്റി വിട്ടിട്ട് ഹവ്വായെ പ്രലോഭിപ്പിച്ച് നന്മ തിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നുവാൻ പിശാചൊരുക്കിയ കെണിയിൽ തനിക്ക് പങ്കാളിയെ കൊടുത്തിരിക്കുന്ന ഹവ്വ പെട്ടുപോയത് ആദാമിന് മനസ്സിലായില്ല. ആദാം വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ആദാമേ, നീ വെറുതെ നോക്കി നിൽക്കേണ്ടി വന്നത് എന്ത്? നിനക്ക് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. മനുഷ്യന് പറ്റിയ ആദ്യത്തെ തെറ്റെന്ന് പറയുന്നത്, സ്തോത്രം, ദൈവം അവന് തുണയായി കൊടുത്ത സ്ത്രീയെ മൂടുകയോ സംരക്ഷിക്കുകയോ ആദാം ചെയ്തില്ല. ദൈവം തുണയായി കൊടുത്തിരുന്ന സ്ത്രീയെ സംരക്ഷിക്കുവാൻ ആദാമിന് കഴിയാതിരുന്നത് കൊണ്ട് ശത്രു ഹവ്വായെ ഉപകരണമാക്കി എടുത്തു. എങ്കിൽ ഈ കാലഘട്ടത്തിലും
ശത്രു തുണകളെ ആയുധങ്ങളായി എടുക്കുന്നു. ആദാമേ, നിന്റെ അധികാരത്തിന്റെ പദവി നിനക്ക് നഷ്ടപ്പെട്ടു പോയോ? ഇന്നും ഈ അധികാരത്തിന്റെ പദവി കുടുംബങ്ങളിൽ പിശാച് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നു. അതറിഞ്ഞുകൊള്ളുക. സ്തോത്രം. ഹല്ലേലൂയ. ഹവ്വായെ സാത്താന്റെ കയ്യിൽ മൂടുവാനോ സംരക്ഷിക്കുവാനോ കഴിയാതെ ആദാമിനെ ഏൽപ്പിക്കേണ്ടി വന്നു. രണ്ടാമത് പുരുഷൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, ആദാം ചെയ്ത രണ്ടാമത്തെ തെറ്റ്, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ആദാമിനോട് പറയാണ് 3:17, മനുഷ്യനോട് കൽപ്പിച്ചതോ, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച ഫലവൃക്ഷം തിന്നുകയും ചെയ്തത് കൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ ആയുഷ്കാലമൊക്കെ നീ കഷ്ടതയോടെ അതിൽ നിന്ന് അഹോവൃത്തി കഴിക്കും. എന്തുകൊണ്ടാണ് ആദാമേ നിനക്ക് അഹോവൃത്തി കഴിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ആദാമേ ദൈവം തിരഞ്ഞെടുത്ത അധികാരം നിനക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്നത്? അവിടെ വചനം പറയുന്നു, നീ ഭാര്യയുടെ വാക്ക് കേട്ട് ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നതുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദോഷമുള്ള പ്രവൃത്തിയിൽ പുരുഷന് തുണയായി കൊടുത്ത ഭാര്യ വിഗ്രഹമായതുകൊണ്ട്. ദൈവമാണ് തിരഞ്ഞെടുത്തു കൊടുത്തത്. പക്ഷെ ദൈവത്തെക്കാൾ ഉപരിയായി ആദാമിന് തന്റെ സഹോദരിയെ, തന്റെ ജീവിത പങ്കാളിയെ ദൈവത്തിന്റെ മുമ്പിൽ ദൈവത്തെക്കാൾ അധികമായി തെറ്റിന് കൂട്ടുനിന്നതുകൊണ്ട്, തന്റെ ജീവിത പങ്കാളിയെ വിഗ്രഹമാക്കിയത് കൊണ്ട് ദൈവത്തിന് പുരുഷനെ ശപിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. പുരുഷൻ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, ദൈവത്തിന് പകരം സ്ത്രീയെ തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് തെറ്റുകളും ചെയ്തതോട് കൂടെ പ്രൈസ് ദി ലോർഡ്, ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച ദൈവികമായ ക്രമം മനുഷ്യന്റെ പാപം നിമിത്തം തകർക്കപ്പെട്ടു. അത് മുഴു ലോകത്തിനും പാപത്തിന് കാരണമായി തീർന്നു. എന്നാൽ പ്രൈസ് ദി ലോർഡ്, കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം നിമിത്തം മനുഷ്യന് നഷ്ടപ്പെട്ടത് ദൈവം വീണ്ടും തന്റെ ജനത്തിന് തിരിച്ചു നൽകി. ഇന്ന് പകലിൽ ദൈവം തന്ന അധികാരങ്ങൾ, നഷ്ടപ്പെട്ടുപോയ അധികാരങ്ങൾ, നഷ്ടപ്പെട്ടുപോയ ദൈവികമായ മണ്ഡലങ്ങൾ, ആദാമേ നിനക്ക് വീണ്ടും കുടുംബത്തിനകത്ത് ദൈവം തിരിച്ച് തന്നിരിക്കുകയാണ്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, സ്തോത്രം, സ്ത്രീയുടെ തലയാണ് പുരുഷൻ, പുരുഷന്റെ തലയാണ് ക്രിസ്തു. നഷ്ടപ്പെട്ടു പോയ അധികാരം, നഷ്ടപ്പെട്ടു പോയ ക്രമം, ഏതനി നഷ്ടപ്പെട്ടു പോയത് ദൈവം കാൽവരി ക്രൂശിൽ മനുഷ്യന് തിരിച്ചു കൊടുത്തുവെങ്കിൽ, അധികാരം നഷ്ടപ്പെട്ടു പോയ പുരുഷന്മാരെ കേട്ടുകൊള്ളുക, നിങ്ങളുടെ മേൽ വലിയൊരു അധികാരം ദൈവം തന്നിട്ടുണ്ട്. അത് മറന്നു പോകരുത്. എന്നാൽ ഇന്നും ഈ കാലഘട്ടത്തിലും ഈ അധികാരം നഷ്ടപ്പെട്ട ആഹാബിനെ പോലെ പലരും ആയിത്തീർന്നിരിക്കുക. കൺട്രോളിങ്, സ്ത്രീ കൺട്രോൾ ചെയ്യുന്ന കുടുംബങ്ങൾ, നമുക്കങ്ങനെ വേണ്ട. ആദാമേ, നിന്റെ അധികാരം നിനക്ക് തിരിച്ചു തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെ പ്രീതിപ്പെടുത്തുന്നതിന് പകരം നാം പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ഏതൊരു വസ്തുവും ഒരു വിഗ്രഹമാണ്. ദൈവത്തെക്കാൾ മനുഷ്യനെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് മാനുഷികമായ ഭയമാണ്. എന്നാൽ ദൈവികമായ ഭയത്തിൽ മനുഷ്യനെയല്ല, ദൈവത്തെയാണ് നമ്മൾ ഭയപ്പെടുന്നത്, ദൈവത്തെയാണ് നമ്മൾ പ്രസാദിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം മോഹങ്ങളെ നമ്മൾ നിറവേറ്റുമ്പോൾ നമ്മൾ ദൈവത്തെയല്ല മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നു. മനുഷ്യൻ അവന്റെ മോഹങ്ങൾക്ക് വേണ്ടി മനുഷ്യനെ പ്രസാദിപ്പിക്കുമ്പോൾ the spirit of lust, മോഹത്തിന്റെ ആത്മാവിനെ ദൈവം എടുത്തു മാറ്റി
ഭക്തിയുടെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി തന്നു. ദൈവികമായ ജ്ഞാനം നമുക്ക് നൽകി തന്നു. ദൈവികമായ ക്രമത്തിൽ ദൈവസഭ, ദൈവ കുടുംബങ്ങൾ, ദൈവദാസന്മാരെ ദൈവം നിയോഗിച്ച് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അത് മറന്നു പോകുമ്പോൾ പലപ്പോഴും ഈ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഓരോ പുരുഷന്മാരെയും സ്ത്രീകളെയും കുറിച്ചുള്ള ചരിത്രം പഠിക്കുമ്പോൾ അവരുടെ നന്മകളും തിന്മകളും രേഖപ്പെടുത്തിയിരിക്കുന്നത് നന്മകൾ ഏറ്റെടുക്കാനും തിന്മയിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കാനും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. സ്തോത്രം. ഈ ജസബേൽ എന്ന് പറയുന്ന സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്പിരിറ്റിന്റെ ചില പ്രത്യേകതകൾ ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എത്രത്തോളം പറയാൻ സാധിക്കുന്നുവോ അത്രത്തോളം പറയാൻ ദൈവകൃപയിൽ ആശ്രയിക്കുന്നു, സമയത്തിന്റെ പരിമിതിക്ക് നിമിത്തം. ജസബേൽ എന്ന് പറയുന്ന ആത്മാവ് പല വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. അത് വഞ്ചനാപരവും കൃത്രിമവുമായ ശക്തിയാണ്. അതിൻ്റെ അടയാളങ്ങളും സവിശേഷതകളും മനസ്സിലാക്കുന്നതിലൂടെ ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദ മാനിപ്പുലേഷൻ ആൻഡ് കൺട്രോൾ ആൻഡ് ഡിസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, വഞ്ചനാപരവും കൃത്രിമവും നിയന്ത്രിതവുമായൊരു സ്പിരിറ്റാണ് ഈ ജസബേലിന്റെ സ്പിരിറ്റ്. അതിലൊന്നാമത്തെ പ്രത്യേകത മാനിപ്പുലേഷൻ ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഞ്ചന എങ്ങനെയാണ് ചെയ്യുന്നത്? വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, താൻ പ്രവാചകി എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ജസബേൽ എന്ന സ്ത്രീയെ, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പാചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നത്, മറ്റുള്ളവരുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളിലൂടെയാണ് ഈ ആത്മാവ് പ്രവർത്തിക്കുന്നത്. അവരുടെ ആകർഷണീയതയും മുഖസ്തുതിയും വൈകാരികമായ കൃത്രിമത്വവും മറ്റുള്ളവരെ ആകർഷിക്കുന്നതാണ്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്പിരിറ്റാണ് ജസബേൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 2:20 താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വയം പ്രവാചകി. മനസ്സിലായോ? ഒരു സ്വയം പ്രവാചകി താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ മേൽ വഞ്ചനാപരമായ രീതിയിൽ കൃത്രിമത്വം നടത്തുന്ന ആത്മാവ്. അതാണ് മാനിപ്പുലേഷൻ. ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ നീ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മേൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നു. എ കരിസ്മാറ്റിക് മാനിപ്പുലേഷൻ. ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അവൾ ആഗ്രഹിക്കുന്നത് നേടുന്നു. She gets what she want. അവൾ ആഗ്രഹിക്കുന്നത് നേടുന്നു. ഇസബേൽ രാജ്ഞിക്ക് അവൾ ആഗ്രഹിച്ചത് ലഭിച്ചു, അല്ലേ? ആഹാബ് അത് അവൾക്ക് മനസ്സോടെ നൽകി. ഒന്ന്, തന്റെ രാജ്യത്വം. 2, തന്റെ പദവി. 3, തന്റെ രാജ്യം. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ഈ ജസബേൽ സ്പിരിറ്റുമായിട്ട് നമ്മൾ വ്യക്തിപരമായ പോരാട്ടം നടത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക, ആളുകളുടെ ആധിപത്യത്തിലാണ് ഈ സ്പിരിറ്റ് എപ്പോഴും വ്യാപരിക്കുന്നത്. അത് സഭയിലായാലും സംഘടനയിലായാലും വ്യക്തികളിലായാലും കുടുംബങ്ങളിലായാലും ആധിപത്യത്തോടുള്ള ബന്ധത്തിലാണ് ഈ ദുരാത്മാവ് വ്യാപരിക്കുന്നത്. ഇന്നും അത് സഭകളിൽ സുപരിചിതമാണ്. പ്രൈസ് ദി ലോർഡ്. അവൾ ആഗ്രഹിക്കുന്നത് തന്നെ നേടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തെക്കാൾ സ്ഥാനത്തിന് പ്രാധാന്യം നൽകുന്ന സ്പിരിറ്റ്. അത് വളരെ ശാഠ്യമാണ്, നീചത്വമാണ്, അസൂയുള്ളതാണ്, കൃത്രിമത്വമുള്ളതാണ് എന്ന് പറയേണ്ട. സ്തോത്രം. പലപ്പോഴും നമ്മുടെ തീരുമാനത്തിനും വിവേചനത്തിനും എതിരായിട്ട് പോലും ഈ സ്പിരിറ്റ് കൺട്രോൾ ചെയ്യുന്നു. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 21-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൾ ആഗ്രഹിക്കുന്നത് തന്നെ നേടുന്നതായിട്ട് കാണാൻ കഴിയും.
ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 21-4 വാക്യം ഒന്ന് വായിക്കാമോ? ഇസ്രായേലിനായ നാബോത്ത് ഇസ്രായേലിനായ നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും കൊണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിൽമേൽ മുഖം തിരിച്ചു കിടന്നു. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരണം അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. മതി. ആഹാബ് തന്റെ കൊട്ടാരത്തിനടുത്തുള്ള ഒരു മുന്തിരിത്തോട്ടം ആഗ്രഹിച്ചൊരു ശ്രദ്ധേയമായ സംഭവം 21-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നാബോത്ത് എന്ന് പേരുള്ള നീതിമാനായ ഒരു മനുഷ്യന്റെ ഉടമസ്ഥതയിലാണ് ഈ മുന്തിരിത്തോട്ടം. അത് വളരെ കാലമായി നാബോത്തിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അത് പലപ്പോഴും ആഹാബ് വിൽക്കാനായി ചോദിച്ച് സമ്മതിച്ച് ഒക്കെ പലതവണകളായി ഈ നാബോത്തിനെ സ്തോത്രം വിശ്രമം കൂടാതെ തൻ്റെ മുന്തിരിത്തോട്ടം മേടിക്കുവാൻ ആഹാബ് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ സമയം നാബോത്ത് അത് വിൽക്കാൻ വിസമ്മതിച്ചപ്പോൾ ആഹാബ് അസ്വസ്ഥനായി. നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: ആഹാബ് തന്റെ നിരാശയെ ഉറങ്ങാൻ കിടന്ന് ഭക്ഷണം കഴിക്കാൻ വിസമ്മതിച്ചുകൊണ്ട് ഈ വിഷയം കൈകാര്യം ചെയ്തപ്പോൾ ഇസ്രായേലിനായ നാബോത്ത് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് എന്ത് ചെയ്തു? ദുഃഖിതനും അനിഷ്ടനുമായി. സ്തോത്രം. നാബോത്ത് ഇങ്ങനെയാണ് പറഞ്ഞത്: എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല. സ്തോത്രം. ഇത് കേട്ട ആഹാബ് ഭക്ഷണം കഴിക്കാതെ തന്റെ അരമനയിൽ കയറി മുഖം തിരിച്ച് കിടക്കുന്നതായ സമയത്ത് തന്റെ ഭാര്യ ഇസബേൽ തന്നെ ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഒന്ന്, ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത, പ്രൈസ് ദി ലോർഡ്, അവൾ ആഗ്രഹിക്കുന്നത് തന്നെ നേടാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായി നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു, അവൾ പെട്ടെന്ന് ആഹാബിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. 21-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചേ. 21-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യം. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവന്റെ അടുക്കൽ വന്ന് ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്തെന്ന് അവനോട് ചോദിച്ചു. അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലക്ക് തരണം അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിന് പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞത് കൊണ്ടത്രേ എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യം. അവന്റെ ഭാര്യ ഇസബേൽ അവനോട് നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക. നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞു. അവൾ പെട്ടെന്ന് നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. She quickly seized control. രാജ്ഞി പെട്ടെന്ന് തന്നെ രാജത്വം, രാജാവിന്റെ ഹൃദയത്തിന്റെ ഭാരം മനസ്സിലാക്കി അവൾ പെട്ടെന്ന് രാജാധികാരം പിടിച്ചടക്കുന്നു. അവൾ പെട്ടെന്ന് ആ വിഷയം കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾ എന്താണ് പറഞ്ഞത്? അങ്ങനെ അവൾ ആഹാബിന്റെ പേർ വെച്ച് അവന്റെ ഭാര്യ ഇസബേൽ, 9-ാമത്തെ വാക്യം അല്ല 7-ാമത്തെ വാക്യം 21-ന്റെ 7. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നുവോ? എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ നിന്റെ മനസ്സ് തെളിയട്ടെ. തന്റെ ഭർത്താവിന് ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ഇസബേലിന് മനസ്സിലായി. അവൾ പെട്ടെന്ന് തന്നെ അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. ഈ സ്പിരിറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത്. ദൈവികമായ അധികാരത്തെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ഈ സ്പിരിറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഹല്ലേലൂയ. ദൈവഹിതത്തിന് വിരുദ്ധമായത് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലപ്പോഴും ഈ ജസബേൽ സ്പിരിറ്റിന്റെ പ്രത്യേകത അവരുടെ ഇഷ്ടം അവരുടെ ദൈവമായി മാറുന്നു എന്നുള്ളതാണ്. അവരുടെ ആഗ്രഹം
അവരുടെ ദൈവമായി മാറുമ്പോൾ അത് ദൈവത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണ്. അതിന്റെ പരിണിത ഫലങ്ങൾ എന്തെന്ന് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭവിഷ്യത്തുകൾ എന്തായാലും സമ്മതം കൂടാതെ ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യുവാൻ ഈ ജസബേൽ എന്ന് പറയുന്ന സ്പിരിറ്റിന് കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യം മാർഗങ്ങളെ ന്യായീകരിക്കുന്നു. അതാണ് ഈ സ്പിരിറ്റിന്റെ ശാസ്ത്രം എന്ന് പറയുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവർ പാപത്തെയും കൊലപാതകത്തെയും ഒരുപോലെ ക്ഷമിക്കും. അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ അവരുടെ മനസ്സാക്ഷിക്കകത്ത് ഒരിക്കലും അവർ വശീകരിക്കപ്പെടുകയില്ല. അവരുടെ മനസ്സാക്ഷിയെ കൂട്ടാക്കാതെ അവർ അവരുടെ ആഗ്രഹങ്ങളിലേക്ക് നീഴും. അവർ വീഴുമെന്ന് മാത്രമല്ല, അവരുടെ ഹൃദയങ്ങൾ എന്ത് ചെയ്യും? കഠിനമാക്കും. പലപ്പോഴും ദൈവസഭകൾക്കകത്തും കുടുംബങ്ങൾക്കകത്തും സ്വന്തം ആഗ്രഹങ്ങളെ പിടിച്ചടക്കാൻ നേടുവാൻ ശ്രമിക്കുന്നതെല്ലാം ഈ ജസബേലിയ സ്പിരിറ്റ് ആണ്. അത് അക്കമിട്ട് മനസ്സിലാക്കുക. സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അധികാരങ്ങൾക്ക് കീഴ്പ്പെടാതെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നതെല്ലാം ഈ ജസബേലിയ സ്പിരിറ്റ് ആണ്. അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിയമവിരുദ്ധമായ അധികാരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. 21-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അത് നമുക്ക് കാണാം. ഷീ ഓപ്പറേറ്റ് ഇൻ ലെഗിമേറ്റ് അതോറിറ്റി എന്ന് പറഞ്ഞ നിയമവിരുദ്ധമായ അധികാരത്തിൽ പ്രവർത്തിക്കുന്നു. തങ്ങളുടേതല്ലാത്ത അധികാരം അവൾ കൈയടക്കുന്നു. എങ്ങനെയാണ് അവൾ കൈയടക്കിയത്? 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. അങ്ങനെ അവൾ ആഹാബിന്റെ പേര് വെച്ച് അത് നിയമവിരുദ്ധമാണ്. എഴുത്തെഴുതി. ശ്രദ്ധിച്ചേ, ആഹാബിന്റെ പേര് വെച്ച് എഴുത്തെഴുതി. അത് നിയമവിരുദ്ധമാണ് അല്ലേ? ആഹാബിന്റെ പേര് വെച്ച് എഴുതേണ്ട കാര്യമുണ്ടോ? വേണ്ട. പക്ഷെ അവൾ ആഹാബിന്റെ പേര് വെച്ച് എഴുതി. വായിച്ചോ. എഴുത്തെഴുതി. അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. എഴുത്ത് നാബോത്തിന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാർക്കും പ്രധാനികൾക്കും അയച്ചു. എഴുത്തിൽ അവൾ എഴുതിയിരിക്കുന്നത് എന്തെന്നാൽ, നിങ്ങൾ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി. മതി. രാജാവിന്റെ അധികാരം രാജ്ഞി മോഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവൾ നേതൃത്വത്തിൽ ഇരിക്കുന്നവരെയും കൈകാര്യം ചെയ്യുകയാണ്. ദൈവം അധികാരം കൊടുത്തിരിക്കുന്ന ആർക്കാ? ഇസ്രായേലിന്റെ രാജാവിനാണ്. രാജാവിന് കീഴിലാണ് ബാക്കിയുള്ള അധികാരങ്ങൾ. അത് രാജ്ഞിയാണെങ്കിലും സൈന്യാധിപനാണെങ്കിലും മന്ത്രിയാണെങ്കിലും ഒക്കെ രാജത്വത്തിന് കീഴിലാ. പക്ഷേ ഈ ജസബേൽ സ്പിരിറ്റ് എന്താ ചെയ്തത്? രാജാവിന്റെ മുദ്ര സ്വയം ഏറ്റെടുത്ത് രാജാവിന്റെ പേരിൽ അവൾ എഴുത്തെഴുതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം ദൈവികമല്ല, പൈശാചികമത്രേ. ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുന്നത് ദൈവികമല്ല. ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്ത ശുശ്രൂഷകൾ ചെയ്യുന്നത് ദൈവേഷ്ടത്തിന് വിരുദ്ധമാണെങ്കിൽ അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പിശാചിൽ നിന്നുള്ളതാണ്. അതിലൂടെ വ്യാപരിക്കുന്നത് ജസബേലി സ്പിരിറ്റ് ആണ്. അതിനെ ദൈവസഭ തിരിച്ചറിയണം. അതറിയാത്തതാ പ്രശ്നം. സഭയിൽ നിന്നുള്ള എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഇതാ. രാജാവിനേക്കാൾ വലിയ രാജഭക്തി, രാജാവിനേക്കാൾ വലിയ രാജഭക്തി നമ്മൾ കാണിക്കരുത്. രാജാവിന്റെ കീഴിലാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ അധികാരം ദൈവത്തിന്റെ കീഴിലാണ്. ദൈവം വെച്ചിട്ടില്ലാത്ത ഒരു അധികാരവും ഇല്ലല്ലോ. ദൈവത്താൽ അല്ലാത്തൊരു മാന്യതയും ഇല്ലല്ലോ. അത് സഭയിലായാലും കുടുംബത്തായാലും സംഘടനയിലായാലും ദൈവം വെച്ചിട്ടുള്ള അധികാരത്തിനും ഇത് കയറുന്നത് അത് സാത്താന്യ സിംഹാസനം, സാത്താൻ ദൈവത്തിന്റെ സിംഹാസനം പിടിച്ചടക്കുന്നതിന് തുല്യമാണ്. ഹല്ലേലൂയ. ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രത്യേകത, ഷീ ഓപ്പറേറ്റ് ഇൻ നിയമവിരുദ്ധമായ അധികാരത്തിൽ ഈ സ്തോത്രം, ഈ സ്പിരിറ്റ് വ്യാപരിക്കുന്നു. മാത്രമല്ല ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തെ പ്രതിരോധിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തെ എങ്ങനെയാ പ്രതിരോധിക്കുന്നത്?
സഭയിലായാൽ ഞാൻ പറയാം, സഭയിലാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അധികാരത്തോട് പ്രതികരിക്കുന്നത് അധികാരത്തിലുള്ളവരെ അനുസരിക്കാതിരിക്കുന്നു, അധികാരത്തിലുള്ളവരോട് എതിർക്കുന്നു, അധികാരത്തിലുള്ളവരെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. ഇതെല്ലാം ജെസബേൽ സ്പിരിറ്റിന്റെ പ്രത്യേകതയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റിയെ റെസിസ്റ്റ് ചെയ്യുന്നു, ദൈവം വെച്ചിരിക്കുന്ന ആധിപത്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. പലപ്പോഴും ഇസബേലിന്റെ ആത്മാവിനാൽ സ്വാധീനിക്കപ്പെട്ട വ്യക്തികൾ സഭയിലോ കുടുംബത്തിലോ സമൂഹത്തിലോ ഉണ്ടെങ്കിൽ അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. സഭയിൽ ഭിന്നത കൊണ്ടുവരുന്നു, സഭയെ പിരിക്കാൻ ശ്രമിക്കുന്നു, സഭയ്ക്കകത്ത് വഴക്കുണ്ടാക്കുന്നു, സഭയ്ക്കകത്ത് അവരുടേതായ കാര്യങ്ങൾ തീരുമാനിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു. അത് ദൈവികമല്ലോ, അത് ജെസബേലി സ്പിരിറ്റാണ്. നമ്മളത് മനസ്സിലാക്കണം. നമ്മുടെ ഇടയിൽ ഭിന്നത വിതയ്ക്കുന്നത്, അധികാരത്തെ ദുർബലപ്പെടുത്തുന്നത്, സ്വന്തം ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ദൈവികമായ അധികാര സ്ഥാനത്തിലുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നത് എല്ലാം ഈ ജെസബേലിയ സ്പിരിറ്റിന്റെ വ്യാപാരമാണ്. അതുകൊണ്ട് നാലാമത്തെ പ്രത്യേകത ഞാൻ പറയാം. ഈ സ്പിരിറ്റിന്റെ നാലാമത്തെ പ്രത്യേകത, അവൾ നിയമവിരുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കുക മാത്രമല്ല, അതോറിറ്റിയെ, ദൈവികമായ അതോറിറ്റി, അധികാരത്തെ റെസിസ്റ്റ് ചെയ്യുന്നു, പ്രതിരോധിക്കുന്നു. മാത്രമല്ല, അഞ്ചാമത്തെ കാര്യം, ഈ സ്പിരിറ്റ് വ്യാപരിച്ചാൽ ഡിവിഷൻ ഉണ്ടാകുന്നു. കൊരിന്ത്യ സഭയ്ക്കകത്ത് ഡിവിഷൻ ഉണ്ടായി. പൗലോസിന്റെ പക്ഷം വന്നു, അപ്പല്ലോസിന്റെ പക്ഷം വന്നു, ക്രിസ്തുവിന്റെ പക്ഷം വന്നു. സഭയ്ക്കകത്ത് കലക്കമുണ്ടാക്കി ഡിവിഷൻ ഉണ്ടാക്കുന്ന സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെതല്ല, അത് ജെസബേലി സ്പിരിറ്റ്. ഹല്ലേലൂയ. ഭിന്നതയും കലക്കവും ഉണ്ടാക്കുന്ന സ്പിരിറ്റ്. ഹല്ലേലൂയ. കലഹവും വിയോജിപ്പും ഉണ്ടാക്കുന്ന സ്പിരിറ്റ്, സഭയ്ക്കകത്തൊരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുന്ന സ്പിരിറ്റ്, സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വന്തമായ ഒരു വിഭാഗത്തെ വിഭജിക്കുന്ന ഒരു സ്പിരിറ്റ്. ഈ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെതല്ല, അത് ജെസബേലി സ്പിരിറ്റ് ആണ്. സഭ ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയുക, ജെസബേലി സ്പിരിറ്റിനെ വിവേചിച്ചറിയുക, അല്ലെങ്കിൽ ശത്രു തകർത്ത് കളയും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിഭജനവും കലഹവും ഉണ്ടാക്കുന്ന സ്പിരിറ്റാണ്, അല്ലെ? ഡിവിഷൻ ആൻഡ് സ്ട്രൈഫ്. ഭിന്നതയും കലക്കവും ഉണ്ടാക്കുന്നു, വിയോജിപ്പുണ്ടാക്കുന്നു, ശത്രുതയുണ്ടാക്കുന്നു, കലക്കമുണ്ടാക്കുന്നു, ഗ്രൂപ്പിസം ഉണ്ടാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ സഭകൾക്കകത്തൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അനേകം ഗ്രൂപ്പുകളാ. ഈ ഗ്രൂപ്പുകളൊന്നും ദൈവികമല്ല. ദൈവത്തിന്റെ സഭയ്ക്ക് ഗ്രൂപ്പില്ല. ഹല്ലേലൂയ. സഭയ്ക്കും സംഘടനയ്ക്കും ഗ്രൂപ്പ് കളിക്കുന്നത്, ഗ്രൂപ്പ് രാഷ്ട്രീയം ഉണ്ടാക്കുന്നത് ദൈവികമല്ലോ, അത് പൈശാചികമാണ്. ദൈവത്തിന്റെ സഭയ്ക്ക് ഗ്രൂപ്പില്ല, അതിനൊറ്റ അധ്യക്ഷനേ ഉള്ളൂ, അത് കർത്താവായ യേശുക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. മറ്റധ്യക്ഷന്മാരെ ഉണ്ടാക്കുന്നതെല്ലാം ദൈവത്തിന്റെ സഭയ്ക്കുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആറാമത്തെ പ്രത്യേകത, ഈ സ്പിരിറ്റിന്റെ പ്രത്യേകത, വൈകാരികമായ കൃത്രിമത്വം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഇമോഷണൽ മാനിപ്പുലേഷൻ, വൈകാരികമായ കൃത്രിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇസബേൽ ആത്മാവ് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ വികാരങ്ങളെ ഉപയോഗിക്കും, കുറ്റബോധം ജനിപ്പിക്കും, ഇരയെ കബളിപ്പിക്കും, നിയന്ത്രണം സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നേടാൻ അതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യും. അങ്ങനെ ചെയ്ത ഒരു ആസൂത്രണം ഞാൻ പറയാം. ഈ 21-ാം അധ്യായം 25-26 വാക്യങ്ങൾ വായിച്ചേ. 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായം 25-26 വാക്യം. ഹല്ലേലൂയ. എന്നാൽ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. കണ്ടോ? യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്യുവാൻ തന്നെത്താൻ വിറ്റുകളഞ്ഞ ആഹാബിനെ പോലെ. അടുത്ത വാക്യം, അവന്റെ ഭാര്യ
അവന്റെ ഭാര്യ ഇസബേൽ അവനെ അതിനായി കണ്ടോ? ഉത്സാഹിപ്പിച്ചിരുന്നു. അതിനായിട്ട് ഉത്സാഹിപ്പിക്കുന്നു. വൈകാരികമായ കൃത്രിമത്വം, ഇമോഷണൽ മാനിപ്പുലേഷൻ എല്ലാം അഭിനയമാണ്. തങ്ങൾ സ്വയം ആത്മീകരെന്ന് കാണിക്കാൻ വൈകാരികമായ തലം വികസിപ്പിച്ച് സ്വയം ആത്മീകരെന്ന് അഭിമാനിക്കുന്ന ക്രിസ്ത്യാനികൾ ഇന്നും സഭയ്ക്കകത്തുണ്ട്. അത് ദൈവികമല്ലോ. അതിന് ആത്മാവിൽ ദൈവസഭ വിവേചിക്കണം. സ്തോത്രം. ഇപ്പോൾ വൈകാരികമായ കൃത്രിമത്വത്തിലൂടെ എന്താ ശ്രമിച്ചത്? ഇസബേൽ എന്താ ശ്രമിച്ചത്? യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാൻ എന്ത് ചെയ്തു? ഇസബേൽ ഉത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായി അവൻ എന്ത് ചെയ്തു? മാനിപ്പുലേറ്റ് ചെയ്തു. വൈകാരികമായിട്ട് എന്ത് ചെയ്തു? അവനെ കൃത്രിമത്വം കാണിച്ച് അവനെ വഞ്ചിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ സ്പിരിറ്റിന്റെ മറ്റു പ്രത്യേകതയാണ്, അഞ്ചാമത്തെ പ്രത്യേകത, ഇമോഷണൽ മാനിപ്പുലേഷൻ. എന്നാൽ തന്റെ ഭാര്യ ഇസബേൽ തന്നെ പ്രേരിപ്പിച്ചതിനാൽ യഹോവയുടെ ദൃഷ്ടിയിൽ ദുഷ്ടത ചെയ്യുവാൻ തന്നെ വിറ്റ് കളഞ്ഞ ആഹാബിനെ പോലെ ആരും ഉണ്ടായിരുന്നില്ല. കണ്ടോ? ഈ ഇമോഷണൽ മാനിപ്പുലേഷന്റെ ലക്ഷണമാണ് തന്നെത്താൻ എന്ത് ചെയ്യും? നമ്മൾ മറ്റൊരു വ്യക്തിയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും. അവര് പറയുന്നത് അവര് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നല്ല ആത്മീയരാണെന്ന്. പക്ഷേ സ്പിരിച്വലി നമ്മൾ വിവേചിച്ചാൽ മനസ്സിലാവും അത് ആത്മീകതയല്ല, കപടതയാണ്. ഇത് നമുക്ക് സ്വാഭാവികമായ കണ്ണുകൾ കൊണ്ട് മനസ്സിലാവത്തില്ല. സ്പിരിച്വലൈസ് ഓപ്പൺ ആയാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിൽ വിവേചനത്തിന്റെ വരമുണ്ടെങ്കിൽ മാത്രമേ ആത്മീകനാരാണെന്നും ചെടീകനാരാണെന്നും മനസ്സിലാക്കാൻ പറ്റൂ. ഇമോഷണൽ മാനിപ്പുലേഷൻ. അടുത്തൊരു പ്രത്യേകത, ഇങ്ങനെയുള്ളവർ, ഈ സ്പിരിറ്റിനാൽ ബാധിക്കപ്പെട്ടവർ, സ്വാധീനിക്കപ്പെട്ടവർ സ്വന്തം അജണ്ടയ്ക്ക് അനുസൃതമായി സത്യത്തെ വളച്ചൊടിക്കും. ട്വിസ്റ്റിംഗ് ആൻഡ് ഡിസ്റ്റോറിംഗ് ദ ട്രൂത്ത്. സത്യത്തെ വളച്ചൊടിക്കുന്നതിൽ സമർത്ഥരായവർ. ഒരു കാര്യം സത്യമാണ് ചെയ്തത്, പക്ഷേ ആ ചെയ്ത സത്യം മറ്റുള്ളവരുടെ മുമ്പിൽ സത്യമല്ലാതാക്കാൻ അവർ സത്യത്തെ എന്ത് ചെയ്യും? വളച്ചൊടിക്കും. നമ്മൾ വിചാരിക്കും അവർ പറയുന്നത് ശരിയാണെന്ന, പക്ഷെ അവർ രഹസ്യത്തിൽ ചെയ്തത് ശരിയല്ല. അവർ പരസ്യത്തിൽ എന്തു പറഞ്ഞു? ഈ സത്യത്തെ എന്ത് ചെയ്തു? വളച്ച് ഒടിച്ചു. അതാണ് നമ്മൾ വായിച്ചത് 21-ാം അധ്യായം അതിന്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. 1 രാജാക്കന്മാർ 21-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യം. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇപ്പോൾ ഇസ്രായേലിന്മേൽ അധികാരം പ്രയോഗിക്കുന്നു, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക, നിന്റെ ഹൃദയം സന്തോഷിക്കട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ ആഹാബിന്റെ പേര് വെച്ച് അവൾ ആഹാബിന്റെ പേരിൽ കത്തുകൾ എഴുതി അവന്റെ മുദ്ര കൊണ്ട് മുദ്രയിട്ടു. ആ കത്തുകൾ നാബോത്തിനൊപ്പം നഗരങ്ങളിൽ വസിച്ചിരുന്ന മൂപ്പന്മാർക്കും പ്രഭുക്കന്മാർക്കും അയച്ചു. അവൾ കത്തുകളിൽ ഇങ്ങനെ എഴുതി, ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. കണ്ടോ? സത്യത്തെ വളച്ചൊടിക്കുക. സത്യത്തെ വളച്ചൊടിക്കുക. ആത്മീകതയുടെ മറവിൽ സത്യത്തെ വളച്ചൊടിക്കുന്നവരെ, നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവാത്മാവല്ല. കാരണം സത്യത്തിന്റെ ആത്മാവ് സകല സത്യത്തിനും വഴി നടത്തുന്നു എന്നാ. സകല സത്യവും അത് പുറത്തേക്ക് വരും. എവിടെയും എന്നും ഏത് സത്യം മറച്ചു വെച്ചാലും പുറത്തു വരും. മറച്ചു വെക്കുന്ന ഒന്നും ദൈവത്തിൻ്റെതല്ല. മറച്ചു വെക്കുന്നതും ഇരുട്ടിലുള്ളതും പിശാചിൻ്റെതാണ്. അപ്പൊ ഈ ആത്മാവിന്റെ പ്രത്യേകത, ആറാമത്തെ പ്രത്യേകത, ട്വിസ്റ്റിംഗ് ആൻഡ് ഡിസ്റ്റോറിംഗ് ദ ട്രൂത്ത്. സത്യത്തെ എന്ത് ചെയ്തു? ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. അടുത്ത വാക്യം വായിച്ചോ. ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. നാബോത്തിന്റെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. നീചന്മാരെ, നാബോത്തിനെ ശരിക്കും വായിക്കണം സഹോദരി. നാബോത്തിനെ
നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലം കൊടുത്ത് ഇരുത്തുവിൻ. നീചന്മാരായ രണ്ട് പുരുഷന്മാരെ അവന്റെ മുമ്പാകെ ഇരുത്തി അവൻ ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് അവന് വിരോധമായി സാക്ഷ്യം പറയിപ്പിൻ. വിരോധമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിന് വിരോധമായി, അസത്യത്തിൽ സത്യത്തെ വളച്ചൊടിക്കുന്നത് കണ്ടോ? വാസ്തവമായിട്ട് നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യൻ എന്തെങ്കിലും കുറ്റം ചെയ്തോ? ഇല്ല. മുന്തിരിത്തോട്ടം ആഹാബിന് കൊടുക്കാൻ അവന് മനസ്സില്ല. അത് അവന്റെ തെറ്റാണോ? അല്ല. കാരണം തനിക്ക് കിട്ടിയ പിത്രാവകാശം വിറ്റ് കളഞ്ഞ ആഹാബിനെ നാബോത്തിന് നന്നായിട്ട് അറിയാം. പക്ഷെ നാബോത്ത് അത് കൊടുക്കാൻ തയ്യാറല്ല. ആ നാബോത്തിനെ ആ നാട്ടിലെ ജനപ്രമാണികളുടെ മുമ്പിൽ വെച്ച് അവൻ ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് സ്ഥാപിച്ചുകൊണ്ട് സത്യത്തെ വളച്ചൊടിക്കുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ജസബേൽ എന്ന് പറയുന്ന സ്പിരിറ്റിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യത്തെ വളച്ചൊടിക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സഭയെ കുറിച്ച് പലരും ഈ നാളുകളിൽ കേൾക്കുന്നതും കേൾക്കാത്തതും ഒക്കെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുക. അവരോട് ഞാനൊരു കാര്യം പറയാം, സത്യം എന്നെങ്കിലും പുറത്തു വരും. സത്യത്തിനൊരു വിജയമുണ്ട്. കർത്താവാണ് അതിന്റെ നായകനെങ്കിൽ സത്യത്തെ വളച്ചൊടിക്കാൻ ആർക്കും ഒരിക്കലും കഴിയത്തില്ല. This thing that destroying the truth. സത്യത്തെ വളച്ചൊടിക്കുന്ന ജസബേൽ സ്പിരിറ്റ്. വളച്ചൊടിക്കുക മാത്രമല്ല അവൾ ചെയ്യുന്നത്, അവൾ ഭീഷണിപ്പെടുത്തുന്നവളാണ്. പ്രൈസ് ദി ലോർഡ്. ഇസബേലിന്റെ ആത്മാവിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവർ ശക്തിയും അധികാരവും നിലനിർത്താൻ ഭീഷണിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ ഭീഷണിപ്പെടുത്തൽ ദൈവസഭയുടെ മുമ്പാകെ നടക്കത്തില്ല. ഹല്ലേലൂയ. കർത്താവാണ് ഇതിന്റെ നാഥനെങ്കിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. അത് തമ്പുരാൻ്റെതാണെങ്കിൽ തമ്പുരാൻ പണിയും, അത് മനുഷ്യൻ്റെതാണെങ്കിൽ അത് ഉടഞ്ഞു പോകും. പക്ഷെ കർത്താവ് നട്ടതാണെങ്കിൽ അതിനെ പറയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഭീഷണി വേണ്ട. ഭീഷണിപ്പെടുത്തിയാൽ പിന്മാറുന്നതല്ല ക്രിസ്തീയ ജീവിതം. കർത്താവിനെ കണ്ടുകൊണ്ടിറങ്ങിയത്, തൊട്ടുകൊണ്ടിറങ്ങിയത്, സ്പർശിച്ചിട്ടാ നടക്കുന്നത്. അസാന്നിധ്യം ഇന്നും അനുഭവിക്കുന്നു. നിന്റെ ഭീഷണിയെങ്കിൽ മുട്ടുമടക്കുന്നവരല്ല ഞങ്ങൾ. ഹല്ലേലൂയ. ആഹാബിന്റെ പേരിൽ കത്തുകൾ എഴുതി മുദ്ര കൊണ്ട് മുദ്രയിട്ട് നാബോത്തിനൊപ്പം നഗരത്തിൽ വസിച്ചിരുന്ന മൂപ്പന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തുകൾ അയച്ച് അവൾ ആ കത്തുകളിൽ ഇങ്ങനെ എഴുതി, ഒരു ഉപവാസം. ഞാൻ ചോദിക്കട്ടെ, സീദോന്യ രാജാവിന്റെ മകൾക്ക് എന്താ ഉപവാസം? ബാലിനെ സേവിക്കുന്നവർക്ക് എന്താ ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ സത്യത്തെ വളച്ചൊടിച്ചു. അല്ലേ? ദൈവികമായ ക്രമീകരണങ്ങളെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വ്യാജമായ കാര്യങ്ങൾ ഉണ്ടാക്കി. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ പറയാം, ആത്മാവിൽ ഇതിന് ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം ഇത് കാണാതിരിക്കുന്നില്ല. നിന്റെ ഗൂഢതന്ത്രങ്ങളും ഗൂഢാലോചനകളും ദൈവം നശിപ്പിച്ചു കളയുന്ന ഒരു സമയം വരാൻ പോകുന്നു. അതൊരിക്കലും മറച്ചു വെക്കാൻ പറ്റത്തില്ല. ദൈവം എല്ലാത്തിനും ഒരു അതിര് കൽപ്പിച്ചിട്ടുണ്ടെന്നേ. അതിര് കൽപ്പിച്ചിട്ടുണ്ട്, സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്തിനകത്ത് നിന്റെ അകൃത്യം തികഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുകയുള്ളൂ. അതുകൊണ്ട് സത്യത്തെ വ്യാജമാക്കാൻ ശ്രമിക്കല്ലേ. ഭീഷണിപ്പെടുത്തുന്നു, നിയന്ത്രിക്കുന്നു. അതിനുവേണ്ടി ഏഴാമത്തെ പ്രത്യേകത, വഞ്ചനയും നുണയും ഉണ്ടാക്കുന്നു. ഇസബേലിന്റെ ആത്മാവിന്റെ ആയുധങ്ങളാണ് വഞ്ചനയും നുണയും. അത് മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാനും ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നു. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ദുർബലപ്പെടുത്തുക, ശുശ്രൂഷയെ ദുർബലപ്പെടുത്തുക, ദൈവമക്കളെ ദുർബലപ്പെടുത്തുക,
ദൈവദാസന്മാരെ ദുർബലപ്പെടുത്തുക നടക്കത്തില്ല. ദൈവം അതിനൊരു അതിര് കൽപ്പിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ആത്മാവിൽ പറയുന്നു, ദൈവത്തിന്റെ ഭക്തനെ തന്റെ കണ്ണിലെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെ ദൈവം നോക്കുന്നുണ്ട്. അത് മറന്നു പോകണ്ടോ. ദൈവം അതിന്റെ സമയം കൽപ്പിച്ചു വെച്ചിരിക്കുക. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: വഞ്ചനയിലൂടെയും നുണയിലൂടെയും വ്യാജമായ പ്രവചനങ്ങൾ, വ്യാജമായ ആത്മീക ദാനങ്ങൾ ഉപയോഗിച്ച് തിരുവെഴുത്തുകളുടെ വികലമായ വ്യാഖ്യാനങ്ങൾ ഈ ജെസബേലിയ സ്പിരിറ്റ് നടത്തുന്നു സഭയ്ക്കകത്ത്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്നൊരു കുറ്റം. പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം കൊടുത്തിരിക്കുന്ന ദാനമാണ് പ്രൊഫറ്റിക്കൽ ഗിഫ്റ്റ്. ദൈവം തന്റെ ആത്മാവിൽ കൊടുത്തിരിക്കുന്ന ദാനമാണ് പ്രവചനവരം. ഈ പ്രവചനവരത്തെ ദൈവികമല്ലാത്തതിനെ വേണ്ടി ഉപയോഗിച്ചാൽ അതിന്റെ ഫലം അപകടകരമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരും പ്രവാചകന്മാരാണോ? അല്ല. എല്ലാവരും ഉപദേഷ്ടാക്കന്മാരാണോ? അല്ല. എല്ലാവരും ഇടയന്മാരാണോ? അല്ല. ഇതിൽ നല്ലതുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമുണ്ട്. ഇതിനെ ആത്മാവിൽ വിവേചിക്കണം. മനസ്സിലായോ? ഹല്ലേലൂയ. ഒരു വ്യക്തി പ്രവാചകനായിരുന്നു എങ്കിൽ ആ പ്രവാചകനായ വ്യക്തി വഴിതെറ്റിപ്പോയാൽ ദൈവം ഒരിക്കലും ദൈവം കൊടുത്ത ദാനത്തെ എടുക്കുന്നില്ല. ദൈവം എടുത്തു കളയില്ല. പക്ഷേ ഈ സമ്മാനം, ഈ ഗിഫ്റ്റ് കൈവശം വെച്ചിരിക്കുന്ന വ്യക്തിക്ക് തനിക്ക് ലഭിക്കുന്നതായ സന്ദേശങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് ചിന്തിക്കരുത്. അവിടെയാ നമ്മുടെ പരാജയം, അവിടെ സഭയുടെ പരാജയം. എല്ലാ പ്രവചനങ്ങളും ദൈവത്തിൽ നിന്നല്ല. പലതും മാനുഷികമായിട്ടുണ്ട്, പലതും പിശാച് കൊടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഈ കാലഘട്ടത്തിനകത്ത് ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജെസബേലിയ സ്പിരിറ്റുകൾ, ജെസബേലിയ ആത്മാവ് യഥാർത്ഥമായ പ്രവചനത്തെ ഹൈജാക്ക് ചെയ്യും. ഹൈജാക്ക് ചെയ്യും. ഹൈജാക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ എന്താണെന്ന്? എന്താ ഹൈജാക്ക് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം യഥാർത്ഥമായ പ്രവചനങ്ങളെ സംസാരിക്കാൻ അനുവദിക്കില്ല. സംസാരിക്കുന്നത് മുഴുവൻ യഥാർത്ഥ പ്രവചനമാണ് എന്നുള്ള തോന്നലുണ്ടാക്കി ഈ സ്പിരിറ്റിന് വിധേയപ്പെട്ടാൽ ദൈവം ആത്മീകമായ ദാനത്തെ എടുത്തു കളയില്ല. പക്ഷേ അത് വരുന്നത് എല്ലാം ദൈവത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വയം പ്രവാചകി എന്ന പേർ പറഞ്ഞ്. അങ്ങനെയല്ലേ വായിക്കുന്നത്? 2:20. സ്തോത്രം. 2:20. എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ്. താൻ പ്രവാചകി എന്ന് ആരാ പറയുന്നത്? ദൈവമല്ല. ദൈവമല്ല പറയുന്നത്, താനാണ് പറയുന്നത്. ഇതിനർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. താനാണ് പറയുന്നത് പ്രവാചകി എന്ന്, ദൈവമല്ല. അങ്ങനെയാണെങ്കിൽ താൻ എന്ന് പറയുന്ന പദം പരിശുദ്ധാത്മാവ് എഴുതി വെക്കുകയില്ല. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിക്കാനും പ്രവാചകനാണെന്ന് പറഞ്ഞ് പാപബോധത്തെ കുറിച്ച് പറയാതിരിക്കുന്നവൻ പ്രവാചകനല്ല. നീതിയെ കുറിച്ച് പറയാതിരിക്കുന്നവൻ പ്രവാചകനല്ല. ന്യായവിധിയെ കുറിച്ച് പറയാതിരിക്കുന്നവൻ പ്രവാചകനല്ല. പിന്നെ ആരാ പ്രവാചകൻ? ബൈബിൾ പഠിക്കണം. വഞ്ചിക്കപ്പെടരുത്, കഴുത്ത് വെച്ച് കൊടുക്കരുത്, നശിച്ചു പോകരുത്. നിങ്ങളുടെ കഴുത്ത് പ്രവാചകന്റെ കയ്യിലല്ല ഇരിക്കുന്നത്. ആത്മാവിൽ ഞാൻ പറയട്ടെ, യഥാർത്ഥമായ പ്രവാചകൻ
ദൈവത്തിൽ നിന്നുള്ള ശബ്ദമാണ്. ഈ ജസബേൽ സ്പിരിറ്റിന്റെ ഒരു പ്രത്യേകത, പ്രൊഫറ്റിക് ഗിഫ്റ്റിനെ ഹൈജാക്ക് ചെയ്യുന്നു. ദൈവത്തിൽ നിന്നുള്ളത് മറച്ചിട്ട് ഇസബേലിനുള്ളത് കൊടുക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിയോ ന്യായവും പറയത്തില്ല. പിന്നെ പറയുന്നത് മുഴുവൻ ബിലയാം പറയുന്ന പോലെയാണ്. ബിലയാം ഒരു പ്രവാചകനായിരുന്നു. ബിലയാം പറയുന്ന പോലെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അനീതിയുടെ കൂലി കുതിക്കുന്ന പ്രവാചകന്മാരെ ആവശ്യമില്ല. ദൈവസഭയ്ക്ക് ആവശ്യമില്ല. സത്യപ്രവാചകന്മാർ സഭയ്ക്കകത്ത് എഴുന്നേൽക്കട്ടെ. അപ്പൊ പ്രൊഫറ്റിക് ഗിഫ്റ്റിനെ എന്ത് ചെയ്യുന്നു? ദുരുപയോഗപ്പെടുത്തുന്നു, ഹൈജാക്ക് ചെയ്യുന്നു. അങ്ങനെ ഹൈജാക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആലോചനകൾ ദൈവികമാണെന്ന് വിശ്വസിക്കുന്നു, ജനത്തെ വിശ്വസിപ്പിക്കുന്നു, സ്വയം വിശ്വസിക്കുന്നു, ജനത്തെ എന്ത് ചെയ്യുന്നു? ജനത്തെ വിശ്വസിപ്പിക്കുന്നു. തിരിച്ചറിയുക, തിരിച്ചറിയുക, തിരിച്ചറിയുക. ആറാമത്തെ പ്രത്യേകത പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുകയാണ്. ഏഴാമത്തെ പ്രത്യേകത, രാജാവിന്റെ മുമ്പിൽ എപ്പോഴും ആത്മീയത നടിക്കും. റിലീജിയസ് പ്രറ്റൻഡിങ്, മതപരമായ വേഷം. ഇങ്ങനെയുള്ള ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പശ്ചാത്തപിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലല്ലേ പശ്ചാത്തപിക്കാൻ പറ്റൂ. പരിശുദ്ധാത്മാവ് ഇല്ലാത്തതൊന്നും പശ്ചാത്തപിക്കത്തില്ല. ഞാൻ ആവർത്തിച്ചു പറയുന്നു, ആത്മാവിന്റെ ശുശ്രൂഷ മടങ്ങിവരവിന്റെ ശുശ്രൂഷയാണ്. പ്രവാചകന്റെ ശുശ്രൂഷ ജനത്തെ മടക്കി വരുത്തുന്ന ശുശ്രൂഷയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ പശ്ചാത്താപം ഇല്ലാത്ത ശുശ്രൂഷകളൊന്നും ദൈവികമല്ല. അപ്പോ മതപരമായ വേഷം കെട്ടിക്കൽ, നമുക്ക് മതപരമായ വേഷം കെട്ടുകൾ ഒന്നും വേണ്ട. സത്യം സത്യമായി പറയട്ടെ. വ്യാജം പറയാതെ നിന്റെ പാപത്തെ ഒരു പ്രവാചകൻ ഓർപ്പിപ്പിച്ചാൽ പ്രവാചകനോട് നിനക്കൊരു കാര്യവുമില്ല, ദൈവത്തോടാണ് നിനക്ക് കാര്യം. നീ ദൈവവുമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ട് മടങ്ങി വരാതെ പശ്ചാത്തപിക്കാതെ മടങ്ങിപ്പോയാൽ നിന്റെ ഹൃദയം കഠിനമാകുന്നത് കൊണ്ട് പ്രവാചകൻ അവിടെ ഒരു കാര്യവുമില്ല. നീയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലാ കാര്യം. നമുക്ക് അഭിനയങ്ങളൊന്നും വേണ്ട. നമുക്ക് അഭിനയങ്ങളൊന്നും വേണ്ട. ദൈവസഭയ്ക്ക് അഭിനയങ്ങളൊന്നും വേണ്ട. ദൈവം ത്യാഗത്തിലല്ല അനുസരണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ത്യാഗത്തിലല്ല അനുസരണത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. ഈ അനുസരണത്തിലാണ് ദൈവം ഇടപെടുന്നത്. ഈ അനുസരണമാണ് ദൈവം നോക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇവിടെ ചെയ്ത കാര്യം നമ്മൾ 21-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നു, അവന്റെ പട്ടണത്തിൽ പാർക്കുന്ന മൂപ്പന്മാരും പ്രധാനികളുമായ പൗരന്മാർ ഇസബേൽ പറഞ്ഞയച്ചതുപോലെയും അവൾ കൊടുത്തയച്ച എഴുത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെയ്തു. അവർ ഉപവാസം പ്രസിദ്ധം ചെയ്തു. നാബോത്തിനെ ജനത്തിന്റെ ഇടയിൽ പ്രധാന സ്ഥലത്തിരുത്തി നീചന്മാരായ 2 ആളുകൾ വന്ന് അവന്റെ നേരെ ഇരുന്ന് നാബോത്ത് ദൈവത്തെയും രാജാവിനെയും ദുഷിച്ചു എന്ന് ആ നീചന്മാർ ജനത്തിന്റെ മുമ്പിൽ. ഈ ജസബേൽ എന്ന് പറയുന്ന സ്പിരിറ്റിന്റെ പ്രത്യേകത, അവൾ മറ്റുള്ളവരെ കൊണ്ട് തന്റെ വൃത്തികെട്ട പ്രവൃത്തി ചെയ്യിപ്പിക്കും. എന്താ ചെയ്തേ? നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യനെ, നിഷ്കളങ്കനായ മനുഷ്യനെ, ദൈവഭക്തനെ എന്ത് ചെയ്തു? രാജാവിന് വിരോധമായി, രാജാവിന്റെ കൽപ്പനകൾക്ക് വിരോധമായി, അവൻ ഇരുത്തിയ പുരുഷന്മാർക്ക് വിരോധമായി ഇരുത്തി രാജാവിനെ ദുഷിപ്പിച്ചു പറഞ്ഞ് സാക്ഷ്യം പറയിപ്പിച്ച് അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു. മറ്റുള്ളവരെ കൊണ്ട് വൃത്തികെട്ട പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ദുരാത്മാവ്. സ്തോത്രം. ഈ സ്പിരിറ്റ് എപ്പോഴും മുൻപേ കയറി ഇടപെടകത്തില്ല. എപ്പോഴും ഈ സ്പിരിറ്റിന്റെ കീഴിൽ അനേകം സ്പിരിറ്റുകളുണ്ട്. യജമാനായ സ്പിരിറ്റ് മറ്റുള്ളവരെ കൊണ്ട് ദാസ്യപണി ചെയ്യിപ്പിക്കുന്ന സ്പിരിറ്റാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മുൻപിൽ നിൽക്കാതെ, താൻ സ്ക്രീനിൽ ഉണ്ടാകത്തില്ല, മറ്റുള്ളവരെ
മറ്റുള്ളവരെ അപമാനത്തിന്റെ പണി ചെയ്യിപ്പിക്കുന്ന ഒരു തരം ജസബേൽ ദുരാത്മാവ്. ഹല്ലേലൂയ. സഭ തിരിച്ചറിഞ്ഞേ പറ്റൂ. അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ ഫലഭൂയിഷ്ഠതയെ നശിപ്പിക്കുക. സ്വന്തം ജീവിതത്തിൽ ഇല്ലാത്ത ഫലഭൂയിഷ്ഠത മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉണ്ടാകരുത്. എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത സമാധാനം നിനക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത സന്തോഷം നിനക്ക് വേണ്ട. എന്റെ ജീവിതത്തിൽ ഇല്ലാത്ത ദാമ്പത്യം നിനക്കും വേണ്ട. മറ്റുള്ളവരുടെ ഫലഭൂയിഷ്ഠതയെ നശിപ്പിച്ചു കളയുന്ന ജസബേൽ സ്പിരിറ്റിനെ സഭ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ഫലഭൂയിഷ്ഠതയെ നശിപ്പിക്കുവാൻ ഇവൾ ഏതു സമയത്തും ആക്രമണകാരിയായി നിൽക്കുന്നുണ്ട്. തിരിച്ചറിയുക ദൈവമക്കളെ. നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ ഫലഭൂയിഷ്ഠതയെ അവൾ നശിപ്പിച്ചു. പട്ടണത്തിന്റെ വെളിയിൽ കൊണ്ടുചെന്ന് അവനെ കല്ലെറിയിച്ചു കൊണ്ടു. ഈ സ്പിരിറ്റ് അങ്ങനെയാണ്. അതിനെ ഡിസൈൻ ചെയ്യണം. ഈ സ്പിരിറ്റിനെ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിങ്ങളുടെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? തിരിച്ചറിയുക. മറ്റുള്ളവരുടെ ഫലഭൂയിഷ്ഠതയെ നശിപ്പിക്കുന്ന, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ഫലഭൂയിഷ്ഠതയെ നശിപ്പിക്കുന്ന, കൊള്ളയടിക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ പെരുമാറിയ ആഹാബിനെ കൊണ്ട് നാബോത്ത് എന്ന് പറയുന്ന മനുഷ്യന്റെ മുന്തിരിത്തോട്ടത്തെ നശിപ്പിച്ചു കളഞ്ഞ, ഫലഭൂയിഷ്ഠതയെ ഇല്ലാതാക്കി തുറഞ്ഞ ഈ ജസബേലിന്റെ ആ സ്പിരിറ്റിന്റെ പ്രത്യേകതയാണ് മറ്റുള്ളവരുടെ ഫലഭൂയിഷ്ഠതയെയും നശിപ്പിക്കുന്നു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുണ്ടെങ്കിലും സ്തോത്രം, സമയത്തിന്റെ പരിമിതി മൂലം നിന്നുകൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുന്ന ഈ സ്പിരിറ്റിനെ, ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ആത്മീക മണ്ഡലത്തിൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്പിരിറ്റിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ റെബ്യൂക്ക് ചെയ്യുവാൻ ദൈവസഭ തയ്യാറായാൽ ഈ കാലഘട്ടത്തിൽ ദൈവം തന്റെ സഭയുടെ പ്രവൃത്തി അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ദൈവം തന്റെ വീര്യപ്രവൃത്തി തന്റെ സഭയിൽ ചെയ്യുന്നു, ജനത്തിന്റെ ഇടയിൽ ചെയ്യുന്നു. അതുകൊണ്ട് അതിനെ തകർക്കാൻ നോക്കുന്ന, ഫലഭൂയിഷ്ഠത ഇല്ലാതാക്കാൻ നോക്കുന്ന, സഭയുടെ നന്മകളെ തച്ചുടക്കാൻ ശ്രമിക്കുന്ന ഈ സ്പിരിറ്റിനെ ആത്മാവിൽ ബ്രേക്ക് ചെയ്യാൻ ഈ ദിവസങ്ങളിൽ സഭ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ ഹല്ലേലൂയ, മറഞ്ഞിരിക്കുന്ന ശത്രുവിനെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ കണ്ണുകൾക്ക് ഇപ്പോഴും ശത്രു മറഞ്ഞിരിക്കുകയാണ്, അവനെ യുദ്ധം ചെയ്യുകയാണ്. ആത്മാവിൽ നമ്മൾ അതിനെ തിരിച്ചറിയണം. ആഹാബ് എന്ന് പറയുന്ന നിസ്സഹായകനായ രാജാവിനെ ഉപയോഗിച്ച് സ്വന്തം രാജ്യത്തെ സ്ഥാപിച്ച് നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്ന ഈ സ്പിരിറ്റിനെ സഭ മനസ്സിലാക്കുക, സംഘടനകൾ മനസ്സിലാക്കുക, കുടുംബങ്ങൾ മനസ്സിലാക്കുക, വ്യക്തികൾ മനസ്സിലാക്കുക. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുടെ